അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പാലത്തുംകടവ് മുരിക്കിങ്കരി അതിരിലുള്ള പാറയ്ക്കാമലയിലാണ് ഉരുൾപൊട്ടൽ എന്നാണ് ആദ്യം നാട്ടുകാരും ഒക്കെ സംശയിച്ചിരുന്നെങ്കിലും ഇതൊരു മണ്ണിടിച്ചിലാണ്. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് റോക്ക് ക്രഷർ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവരെടുത്തിട്ട മണ്ണാണ് ശക്തമായ മഴയിൽ ഒലിച്ചു പോയത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ താഴേക്ക് ഒരു 100-150 മീറ്ററോളം മണ്ണ് ഇടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തുകൂടെ തന്നെയാണ് ഒരു പുഴ ഒഴുകുന്നത്. അപ്പോൾ ഈ മണ്ണ് പുഴയിൽ തോടിൽ വന്നപ്പോൾ ഈ കലങ്ങിയ വെള്ളം താഴേക്ക് പോകുമ്പോൾ നാട്ടുകാർ വിചാരിച്ചത് ഇത് ആദ്യം ഉരുൾപൊട്ടി എന്നാണ് നാട്ടുകാർ ആദ്യം വിചാരിച്ചത്. പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഒരു മണ്ണിടിച്ചൽ മാത്രമാണ്. ഇത് അടുത്ത ദിവസം തന്നെ അവർ ക്ലിയർ ചെയ്യുമെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ചു പോയിട്ടുണ്ട്. കരിക്കോട്ടക്കരി പോലീസും ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ചു പോയിട്ടുണ്ട്. ഉരുൾപൊട്ടലല്ല, ഇതൊരു മണ്ണിടിച്ചിലാണെന്നാണ് ചിലർ പറയുന്നത്. ചിലർ പറഞ്ഞത് ഇത് ഉരുൾപൊട്ടൽ എന്നാണ്. നമുക്ക് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും വാക്കുകളിലേക്കൊന്ന് ചെല്ലാം. അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാറയ്ക്കാമലയിൽ വൻ മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റോക്ക് ക്രഷറിന് അവർ മണ്ണ് കൂട്ടിയിരുന്ന മണ്ണ് ഇടിഞ്ഞതാണ്. ഒരു 2 ഏക്കറോളം സ്ഥലം മണ്ണിടിച്ചിൽ നഷ്ടമായിട്ടുണ്ട്. 50 മീറ്ററോളം മെയിൻ റോഡ് ഈ മണ്ണിൽ ഒലിച്ചു പോയിട്ടുണ്ട്. 8ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ പോയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ 2 വീട്ടുകാർ വളരെ അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതാണിപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥ. ഇവിടെ അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ തഹസിൽദാർ ഒക്കെ വന്നുകൊണ്ടിരിപ്പുണ്ട്. കുറച്ച് പേര് വന്നു. അപ്പോൾ ഇപ്പോൾ സന്ധ്യയാകുകയാണ്. അപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനം പകലെ നടത്താൻ പറ്റും. ആദ്യം അറിഞ്ഞത് നാട്ടിൽ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിടിഞ്ഞ് തോട്ടിലേക്കാണ് വീണത്. അപ്പോൾ തോട്ടിൽ നിന്ന് ചെളിവെള്ളം താഴേക്ക് കുത്തി ഒഴുകിയത് കൊണ്ടാണ് ഉരുൾപൊട്ടി എന്ന് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാലും ഡംപ് ചെയ്ത മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. പാലത്തുംകടവ് വാർഡിൻ്റെയും മുരിക്കിങ്കരി വാർഡിൻ്റെയും കൂടെ സെൻട്രലായിട്ട് വരുന്ന പാറയ്ക്കാമലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. ഉരുൾപൊട്ടി എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷറിൻ്റെ അടിഭാഗത്തായിട്ടാണ് മണ്ണ് കുത്തനെ ഒലിച്ചു പോന്നിരിക്കുന്നു. അപ്പോൾ അതിന് റോഡ് ഏകദേശം ഒരു 30 മീറ്ററോളം റോഡ് തകർന്നു പോയിട്ടുണ്ട്. അവിടെ മണ്ണ് കുത്തി ഒലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ആശങ്കയായിട്ടാണെന്ന് അതിൻ്റെ അടിവശത്ത് 2 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ അത്യാവശ്യമായിട്ട് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും രാത്രിയിൽ എന്ത് സംഭവിക്കുന്നറിയില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മഴയില്ലെങ്കിലും തുടർച്ചയായിട്ട് ദിവസങ്ങളായിട്ടുള്ള മഴയുടെ പ്രതിഫലമായിട്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് വില്ലേജിലും പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരും ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആ വീടുകളിലേക്ക് പോയിട്ടുണ്ട് അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം സർക്കാർ പറഞ്ഞിരിക്കുന്നത് നാളെ തന്നെ മഴ കുറയുവാണെങ്കിൽ ആ പ്രദേശത്തെ പണിയെടുത്ത റോഡ് ഗതാഗതം നോക്കി വരാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു 5 മണിയോടുകൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് സംഭവിക്കാനുള്ള മെയിനായിട്ടൊരു കാരണം ഉരുൾപൊട്ടലിനേക്കാളും ഭീകരമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നവർ കുറേ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ മണ്ണിടിഞ്ഞ് വന്നിട്ടാണ് ഇത്ര ഭീകരമായിട്ട് ഇത് ഉണ്ടാകാൻ കാരണം. ഇത് ഉരുൾപൊട്ടി തന്നെയാണോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലാണോ? മണ്ണ് കൂട്ടിയിട്ട് മണ്ണ് ഇടിഞ്ഞ് വീണ സംഗതി. അപ്പം വെള്ളം തങ്ങിയിട്ട് അവിടെ അപ്പുറത്തും ഉണ്ടായിരിക്കുന്നത്, അവിടെ ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങൾ വിചാരിച്ചു ഉരുൾപൊട്ടി അവരുടെ ഓർത്തങ്ങൾ ഓർത്തത് നേരത്തെ ഈ മണ്ണ് ഇട്ട മണ്ണാണ് വരുന്നത്. അവർ മണ്ണ് ഇവിടെ ഇട്ടിട്ട് സൈഡിൽ കല്ലെല്ലാം വെച്ചിട്ട് കുറ്റിയെല്ലാം കുറിച്ചിരുന്നത് അവിടെ. ഇതെല്ലാം പോയി. എന്തൊക്കെ കൃഷികളാണ് നശിച്ചത്? കൃഷി അതിൻ്റെ മൊത്തം കൊടിയില്ലായിരുന്നു. കൊടി കവുങ്ങായിരുന്നു, മൊത്തം കൊടിയും കവുങ്ങായിരുന്നു. ഇവിടെ തെങ്ങുണ്ടായിരുന്നു. ഇവിടെ ഇതിന്റെ പരിസരത്ത് താഴെ വീടുകളുണ്ടോ? താഴെ വീടുകളുണ്ട്. അപകടമൊന്നും പറ്റിയില്ല. ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ടേക്ക് ഇരിട്ടിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.